നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിർദ്ദിഷ്ട കോന്നി താലൂക്കിൽ മൈലപ്ര, വള്ളിക്കോട് വില്ലേജുകളെ ഉൾപ്പെടുത്തുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മൈലപ്രയിൽ ശയന പ്രദക്ഷിണം നടത്തി. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 111 ഓർമ്മ പെരുന്നാൾ ആചരണത്തിന്റെ ഭാഗമായ പദയാത്രാ സംഘങ്ങൾക്ക് നാടെങ്ങും ഭക്തിനിർഭരമായ സ്വീകരണം നൽകി. സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നാടെങ്ങും കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. ലാൽ മാത്യു വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നിർദ്ദിഷ്ട കോന്നി താലൂക്കിൽ മൈലപ്ര, വള്ളിക്കോട് വില്ലേജുകളെ ഉൾപ്പെടുത്തുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ വള്ളിക്കോട് കേരളപ്പിറവി ദിനത്തിൽ ഹർത്താൽ നടത്തി പ്രതിഷേധിച്ചപ്പോൾ മൈലപ്രയിൽ ശയന പ്രദക്ഷിണം നടത്തിയാണ് റവന്യൂ മന്ത്രിയോടുള്ള പ്രതിഷേധം അറിയിച്ചത്. നിർദ്ദിഷ്ട കോന്നി താലൂക്കിനോടൊപ്പം മൈലപ്ര, വള്ളിക്കോട് വില്ലേജുകളെ ഉൾപ്പെടുത്തുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നിലവിൽ കോഴഞ്ചേരി താലൂക്കിലാണ് മൈലപ്രയും വള്ളിക്കോടും ഉൾപ്പെട്ടിട്ടുള്ളത്. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് മുൻകൈയെടുത്താണ് നിർദ്ദിഷ്ട കോന്നി താലൂക്കിൽ മൈലപ്രയെയും വള്ളിക്കോടിനെയും ഉൾപ്പെടുത്താൻ നീക്കം നടത്തുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം 107ാം ദിനത്തിലേക്ക് കടന്നു. മൈലപ്ര വില്ലേജിൽ നിന്നും വള്ളിക്കോട് വില്ലേജിൽ നിന്നും കോഴഞ്ചേരി താലൂക്ക് ഓഫീസിലെത്താൻ 5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. എന്നാൽ നിർദ്ദിഷ്ട കോന്നി താലൂക്ക് ആസ്ഥാനത്തെത്താൻ 15 കിലോമീറ്റർ വേണ്ടി വരുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കോന്നി താലൂക്കിൽ മൈലപ്ര വില്ലേജ് ഉൾപ്പെടുത്തുന്നതിനെതിരെയുള്ള സമരം അനിശ്ചിതകാല റിലേ സത്യാഗ്രഹം തുടങ്ങിയിട്ട് നവംബർ 1 ആയിരുന്ന 107 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുഴുവൻ ആളുകൾക്ക് നിവേദനം കൊടുത്തു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രിയോട് 2 തവണ സൂചിപ്പിച്ചു. പക്ഷെ ഈ നിർദ്ദിഷ്ട കോന്നി താലൂക്കിന് ഞങ്ങൾ എതിരല്ല. ആദ്യം തൊട്ട് തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത് മൈലപ്രയിൽ നടക്കുന്ന ഈ സഹന സമരം കോന്നി താലൂക്കിനെതിരാണ് എന്ന അർത്ഥത്തിലേക്കുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ഞങ്ങൾ കോന്നി താലൂക്കിനെതിരല്ല. റവന്യൂ മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇന്ന് വള്ളിക്കോട് വില്ലേജിൽ ആക്ഷൻ കൗൺസിൽ ഹർത്താൽ ആചരിച്ചു. മൈലപ്രയിൽ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 111 ഓർമ്മ പെരുന്നാൾ ആചരണത്തിന്റെ ഭാഗമായി കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിൽ നിന്നും തുമ്പമൺ ഭദ്രാസന പദയാത്ര നടത്തി. തുമ്പമൺ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലിത്ത ആശീർവദിച്ചു. കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നിന്നുമാണ് തുമ്പമൺ ഭദ്രാസന പദയാത്രയ്ക്ക് തുടക്കമായത്. ഇടവകയിലെ സെന്റ് ജോർജ് OIC യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള 45ാമത് പദയാത്രയെ തുമ്പമൺ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലിത്ത ആശീർവദിച്ചു. വളരെ ദീർഘകാലം, അതായത് 40-45 വർഷമായി ഈ പള്ളി ആരംഭിച്ച് ഇവിടുത്തെ നല്ലൊരു മാതൃകാപരമായ പദയാത്രയായി കൊണ്ടിരിക്കുന്നത്, അത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുമോദിക്കുന്നു. പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പ് കബറിടം സ്ഥിതി ചെയ്യുന്ന കൈപ്പട്ടൂർ ഇടവകയിൽ നിന്നും ആരംഭിച്ച പദയാത്ര പന്തളം, ചെങ്ങന്നൂർ, പാണ്ടനാട് വഴി പരിമലയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കേരളപ്പിറവിക്ക് ഇന്ന് 57 വയസ്സായി. മാതൃഭാഷയായ മലയാളത്തിന് ശ്രേഷ്ഠ പദവി ലഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ കേരളപ്പിറവി ദിന ആഘോഷമായിരുന്നു ഇന്ന്. നവരസ പ്രാധാന്യമുള്ള സംസ്കാരവും പൈതൃകവുമായി കേരളപ്പിറവി ഉണ്ടായിട്ട് 57 വർഷമായി. മലയാള ഭാഷാ പ്രയോഗത്തിൻ്റെ സൗന്ദര്യവുമായാണ് കേരളമെന്ന ഭൂപ്രദേശം ഇന്ത്യൻ യൂണിയനിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പദവി നേടിയെടുക്കുന്നത്. മലയാളമാണ് പ്രധാനം. മലയാളം നൽകിയ സംസ്കാരത്തിൻ്റെ രസക്കൂട്ടുമായാണ് കേരളം പിന്നീട് സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ ചേരി രൂപപ്പെടുത്തിയിരുന്നത്. അതൊരു ജനസമൂഹത്തിൻ്റെ കാലഘട്ടം തീർക്കലായി. കലയും സാഹിത്യവും ആ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷതയായി മാറി. പിന്നീട് പുഴയൊഴുകിയ വഴികളിൽ കവിതയും മാനവിക ജീവിതങ്ങൾക്കിടയിൽ നിന്ന് നല്ല കഥയും പിറന്നു വീണു.
സ്വസ്തി ഹേ സൂര്യതേ സ്വസ്തി. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, പറ്റാത്ത നിറവാർന്ന നിന്തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വിളിച്ചും കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത ഇവ നൽകിയ സാംസ്കാരിക സവിശേഷതയിലാണ് കേരളം മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി തീർന്നത്. ഇതിനെല്ലാറ്റിനും മൂടുംബാവുമായ മലയാള ഭാഷ ഇപ്പോൾ ശ്രേഷ്ഠ പദവിയിലുമാണ്. ഇംഗ്ലീഷിൽ കല്യാണക്കുറി അടിച്ചു നൽകി മലയാള ഭാഷയിൽ കല്യാണത്തിന് വിളിക്കുന്ന കേരളീയരുടെ ഫലിതത്തിൻ്റെ മർദ്ദനത്തിലാണ് ഇന്ന് മാതൃഭാഷ. ഇത് അവസാന പുഴയും ഒഴുകിത്തീരും പോലെയുള്ള വറ്റിത്തീരലാണ്. യാമി യാമി ബൈമി കാമിതം യാമി യാമി ബൈമി കാമിതം യാമി യാമി ബൈമി കാമിതം ശീഘ്രം സാധയി യാമി യാമി ബൈമി കാമിതം ശീഘ്രം സാധയി യാമി യാമി ബൈമി കാമിതം ശീഘ്രം സാധയി. പുനൂർ സജീവ്, ന്യൂസ് ഡെസ്ക്. കേരളപ്പിറവിയെ ശ്രദ്ധേയമാക്കി നാടെങ്ങും ഇന്ന് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാലയങ്ങളിൽ കേരള വേഷപ്പകർച്ച ദൃശ്യമായി. കേരളപ്പിറവി ദിനത്തിൽ മലയാളി ഇന്ന് തനത് കേരള വേഷമിട്ട് നവംബർ 1 നാട്ടുപെരുമ നൽകി. കസവ് സാരിയും മുണ്ടും ധരിച്ചാണ് സ്ത്രീകളും പുരുഷന്മാരും നവംബർ 1 ശ്രദ്ധേയമാക്കിയത്. റാന്നി സിറ്റഡൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും ഇന്ന് കേരള വേഷമണിഞ്ഞാണ് സ്കൂളിലെത്തിയത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ കേരള വേഷധാരികളായി. സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് മലയാളം പറഞ്ഞ് കേരള വേഷമിട്ട് വന്നത്. ഇന്ന് നവംബർ 1 കേരളപ്പിറവി. കേരളത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും പാരമ്പര്യവും ഇന്ന് ഇവിടെ ഒത്തുചേരുകയാണ്. പാരമ്പര്യം കൈവിടാതെ തനി നാടൻ രീതിയെ നെഞ്ചോട് ചേർത്ത് ഞങ്ങൾ ഇന്ന് ഈ സുദിനം ഇവിടെ വരവേൽക്കുകയാണ്. സംസ്കാരത്തെയും പാരമ്പര്യത്തെയും കൈമോശം വരുത്താതെ എക്കാലവും നമ്മോടൊപ്പം ചേർത്ത് കൊള്ളാമെന്ന് ഞങ്ങൾ വാക്ക് തരുന്നു. എല്ലാവർക്കും കേരളപ്പിറവിയുടെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും സിറ്റഡൽ സ്കൂൾ നേർന്നുകൊള്ളുന്നു. കേരളത്തിൻ്റെ തനതു പൈതൃകത്തിൻ്റെ സവിശേഷത പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ കേരളപ്പിറവി ആഘോഷിച്ചത്. ആതിര നീലാപ്പൊയ്കയിൽ നീരാടിപ്പോരും രാജഹംസമേ കണ്ടുവോ നീ ഇന്ദു പുഷ്പകേസരങ്ങളിൽ. ന്യൂസ് ബ്യൂറോ, റാന്നി. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചിൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735223938, 8547651210, 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്,
ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735 225197 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻ ശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724 8086554688. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങി വരാം. റാന്നി സിറ്റാഡൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് കേരളപ്പിറവി ദിനാഘോഷം സംഘടിപ്പിച്ചു. ശാന്തിഗിരി ആശ്രമം പത്തനംതിട്ടയിലെ അഡ്മിനിസ്ട്രേറ്റർ ജനപ്രിയൻ ജ്ഞാന തപസി കേരളപ്പിറവി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. റാന്നി സിറ്റഡൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന ദിനാചരണം ശാന്തിഗിരി ആശ്രമം പത്തനംതിട്ട അഡ്മിനിസ്ട്രേറ്റർ ജയപ്രിയൻ ജ്ഞാന തപസി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നാം കേരളപ്പിറവി ദിനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയവും അതിനോട് സാമ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണികമായ ഒരു ശാസ്ത്രശാഖയാണ് ആയുർവേദം. തികച്ചും ഇന്നത്തെ സെമിനാറിലെ വിഷയവും തിരഞ്ഞെടുത്തിരിക്കുന്നത് ആയുർവേദവും ആധുനികതയും എന്ന വിഷയമാണ്. ഇന്ന് നമുക്കറിയാം, ആധുനിക ലോകത്തിൽ പ്രകൃതിയിലും നമ്മുടെ ജീവിതത്തിലും അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ശൈലി മുതൽ ആഹാരശൈലി മുതൽ ഭക്ഷണശൈലികൾ മുതൽ സംഭാഷണങ്ങളിൽ പോലും ആ ശൈലിയുടെ വ്യതിയാനങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവും ഇതുതന്നെയാണ്. ആധുനികതയിൽ നമുക്ക് കൈവിട്ടു പോകുന്ന മൂല്യബോധങ്ങൾ. സ്കൂൾ മാനേജർ ബെന്നി കൊടിമരത്തുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. ശാന്തിഗിരി ആശുപത്രിയിലെ ഡോക്ടർ ചിദംബരം ബാബു മുഖ്യ സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിജു ജോൺ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ബി സുരേഷ് കേരളപ്പിറവി സന്ദേശം നൽകി. നമുക്കറിയാം, പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലാണ് ഏതാണ്ട് 13ാമത്തെ ജില്ലയാണ്. ഈ ജില്ലയിൽ തന്നെ മലയോരത്തിന്റെ ഗ്രാമം എന്ന് പറയുമ്പോൾ മലഞ്ചരക്കിന്റെ ഒരു നാടായ പത്തനംതിട്ട ജില്ല വളരെ സമ്പൽ സമൃദ്ധമായ ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത്. 14ാമത്തെ ജില്ലയാണ്. 14 ജില്ലയോടുകൂടി ഇറങ്ങിയിരിക്കുന്ന ഈ കേരളത്തിലാണ് അതിമനോഹരമായ മഹർഷി ശ്രേഷ്ഠന്മാരായി നിറഞ്ഞു നിൽക്കുന്ന ഈ കേരളത്തിലാണ് സംസ്കൃത ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിറഞ്ഞിരുന്ന ഈ കേരളത്തിലാണ് ഒരു മലയാള ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ലോക ഭാഷ അടിസ്ഥാനത്തിൽ തന്നെ
27ാമത്തെ ഭാഷയടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളം ഇന്ന് ഭാഷയടിസ്ഥാനത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാ രീതിയിലും നിറഞ്ഞു നിൽക്കുന്ന ഈ കേരള സംസ്കാരം. ന്യൂസ് ബ്യൂറോ റാന്നി. കേരളപ്പിറവി ദിനാഘോഷങ്ങളുടെ ഭാഗമായി റാന്നി സിറ്റാഡൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഔഷധ സസ്യ പ്രദർശനം സംഘടിപ്പിച്ചു. ഔഷധ സസ്യ പ്രദർശനം സംഘടിപ്പിച്ചുകൊണ്ട് റാന്നി സിറ്റഡൽ സീനിയർ സെക്കൻഡറി സ്കൂൾ കേരളപ്പിറവി ദിനാഘോഷത്തെ ശ്രദ്ധേയമാക്കി. 700ഓളം ഇനം ഔഷധ സസ്യങ്ങളാണ് പ്രദർശനത്തിനെത്തിച്ചത്. സ്കൂളിലെ 5 മുതൽ +2 തലം വരെയുള്ള വിദ്യാർത്ഥികളാണ് പ്രദർശനമൊരുക്കിയത്. അപൂർവ ഇനം ഔഷധ സസ്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. മാറിയ കേരളത്തിൻ്റെ നാട്ടുപ്രദേശങ്ങളിൽ നിന്ന് അന്യമായി പോയ അപൂർവ ഇനം ഔഷധ ചെടികളാണ് റാന്നി സിറ്റഡൽ സ്കൂളിലെത്തിച്ചത്. വിദ്യാർത്ഥികൾ ഓരോ ചെടികളുടെയും ഔഷധ ഗുണം വിവരിച്ചു നൽകി. നമ്മുടെ വീട്ടിലൊക്കെ ചുറ്റുപാട് കാണപ്പെടുന്ന പ്രത്യേക സസ്യമാണ്. നമ്മളെല്ലാം പോച്ചയായിട്ട് ഇത് അവഗണിക്കും, പക്ഷേ ഇതിനൊക്കെ വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിന് കീഴാനെല്ലി എന്ന പേര് കിട്ടിയത് തന്നെ കാണാം. ഇതിൻ്റെ അടിയിൽ നെല്ലി ഉണ്ടായതുകൊണ്ട് കീഴാനെല്ലി എന്ന് പല പേരുണ്ട്. അതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ വാദം, പിന്നെ മഞ്ഞപ്പിത്തം, പ്രത്യേകമായ മഞ്ഞപ്പിത്തം പല രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നതാണ് ഈ കീഴാനെല്ലി എന്നത്. നമ്മുടെ നാടൻ അങ്ങാടിക്കടയിലൊക്കെ ചെന്നാലും ഇതൊക്കെ മഞ്ഞപ്പിത്തം വന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ അങ്ങാടിക്കട ഔഷധമെന്ന് നിർദ്ദേശിക്കുന്നത് കീഴാനെല്ലി. ഭാരതത്തിലെ ആദ്യകാല ഭിക്ഷുങ്കരന്മാർ ഓപ്പറേഷനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും മേളയിലെത്തിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്കുള്ള വഴികളൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു രീതി വന്നപ്പം മരണമായിരുന്നു നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു അവസരത്തിൽ സുശ്രുതൻ എന്നൊരു മുനി മൃഗങ്ങളെ കൊന്ന് എല്ലുകളെടുത്ത് രാഗി കൂപ്പിച്ച് ഉണ്ടാക്കിയ ഉപകരണങ്ങളാണ് സിംഹമുഖം, ശൃംഗേന്ദ്രം, സൂചികൾ എന്നിവ. ഇവയിൽ നിന്നാണ് ഇന്നത്തെ പുരാതന രീതി ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ചപ്പോഴുണ്ടായ സർജിക്കൽ ബ്ലേഡ് രൂപപ്പെട്ടു. കൂടാതെ ശാന്തിഗിരി ആയുർവേദ ആശുപത്രിയിലെ ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ഔഷധ സസ്യ പ്രദർശനത്തിനൊപ്പം DC ബുക്സ്, CD ബുക്സ് പബ്ലിഷേഴ്സിന്റെ പുസ്തക പ്രദർശനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ റാന്നി. റാന്നി സെന്റ് തോമസ് കോളേജ് മലയാള വിഭാഗം ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനാചരണം നടത്തി. റാന്നി സെന്റാഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി യോഹാൻ ജെ റിൻചി കാവ്യാലാപനം നടത്തി. ഫാദർ മാത്യൂസ് വാഴക്കുന്നം അധ്യക്ഷത വഹിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്യ. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്യ. ഫോൺ 04735251024. മൊബൈൽ 9961 553202 9495068656. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ് ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രാഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9460579953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്, മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 96052966660.
വാർത്തകൾ തുടരുന്നു. റാന്നിയിൽ നടന്ന ഉപജില്ലാതല കായികമേളയിൽ റാന്നി MSR സെക്കൻഡറി സ്കൂളിലെ അഞ്ജു മാത്യു വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് നേടി. ട്രാക്കിലെ ഓട്ടക്കാരിയായാണ് അഞ്ജു കായികമേളയിൽ ശ്രദ്ധേയായത്. റാന്നിയിലെ കായികമേളയിൽ റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അഞ്ജു മാത്യു ശരവേഗമായി. റിലേയിലെ 2ാം സ്ഥാനമൊഴിച്ചാൽ പങ്കെടുത്ത എല്ലാ ഓട്ടമത്സരത്തിലും അഞ്ജു ട്രാക്കിലെ താരമായി. കായികമേളയ്ക്ക് ആതിഥേയത്വം വഹിച്ച സ്കൂളിന്റെ പ്രതിഭ എന്ന നിലയിൽ കരഘോഷങ്ങൾക്കിടയിലാണ് അഞ്ജു മാത്യു ട്രാക്കിലിറങ്ങിയത്. നൂറ് 200 മീറ്ററുകളിൽ ട്രാക്കിൽ വിസ്മയം തീർത്താണ് അഞ്ജു 1ാം സ്ഥാനം ഓടിയെടുത്തത്. നിലവിലെ ജില്ലാതല റെക്കോർഡുകൾ മറികടന്നാണ് അഞ്ജു മാത്യു ട്രാക്കിൽ ഓടിത്തീർത്തതെന്ന് പറയാം. എല്ലാവർക്കും നന്ദി അറിയിച്ച അഞ്ജു മാത്യു പരിശീലനത്തിന്റെ പരിമിതി ട്രാക്കിന് വെളിയിൽ നിന്ന് മലനാട് ന്യൂസിനോട് പറഞ്ഞു. പ്രാക്ടീസ് ഞങ്ങൾക്ക് അധികം ലഭിച്ചില്ലെങ്കിലും സാറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ഹഡിൽസ് ഈവൻ്റ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടില്ല, ഹഡിൽസ് ഇല്ല. ഞങ്ങൾക്ക് പിറ്റ് ശരിയായി പിറ്റില്ല. പിറ്റിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ട്രാക്ക് മഴയൊക്കെ പെയ്താൽ തന്നെ ട്രാക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾ വീണിട്ടാണേലും ചെയ്യുന്നുണ്ട്. അങ്ങനെ എഞ്ചുറി പറ്റിയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യ പരിശീലകൻ എബ്രഹാമിനെ ഏറ്റവും വൈകാരികമായി തന്നെ അഞ്ജു ഓർത്തെടുത്തു. എബ്രഹാം സാർ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പപ്പ എന്നെ ആദ്യമായിട്ട് സ്പോർട്സിന് ഇറക്കിയ സാറാണ്. സാറിനെ ഇപ്പം ഞാൻ ഓർക്കുന്നു. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. റാന്നി മോതിരവയൽ ചരിവിൽ മലനാട് ന്യൂസ് ചാനൽ വാർത്താവതാരകൻ ലാൽ മാത്യു അനിത ദമ്പതികളുടെ മകളാണ് അഞ്ജു മാത്യു. സ്പോർട്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ജില്ലാ മീറ്റിന് ഇപ്പം അടുത്ത ജില്ലാ മീറ്റാണ്. ഈ ഒരാഴ്ച മുഴുവൻ ഞങ്ങൾ പ്രാക്ടീസിന് ഇറങ്ങി. ജില്ലാ മീറ്റ് വരുമ്പോഴും ഞങ്ങൾക്ക് പ്രാക്ടീസിന് ഇറങ്ങണം. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും സ്പോർട്സ് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. രക്ഷിതാക്കളുടെ സമർപ്പണമാണ് തന്നെ ട്രാക്കിൽ വിസ്മയമാക്കി തീർക്കുന്നതെന്ന് അഞ്ജു മാത്യു ഹൃദ്യമായി പറഞ്ഞു വെച്ചു. പപ്പയുടെ സപ്പോർട്ടും സ്കൂളിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം തന്നെ പപ്പായാണ് മെയിൻ. പിന്നെ മമ്മി, ചേച്ചി, പിന്നെ ഞങ്ങളുടെ വീട്ടുകാർ എല്ലാവരും, ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്കൂളുകാരും കൂട്ടുകാരാണേലും നോട്ട്സൊക്കെ എഴുതി തരാനും നല്ല സപ്പോർട്ടാണ്. പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ ഇല്ലാത്ത റോഡിന് പണം അനുവദിച്ചതായി ആക്ഷേപം. പൂവന്മല, വാര്യത്തുപടി, കുരുമ്പേലിപ്പടി, പറക്കുളം എന്ന പേരിൽ ഇല്ലാത്ത റോഡിന്റെ പേര് പദ്ധതിയിൽ എഴുതി ചേർത്തതായും ആക്ഷേപമുണ്ട്. ഇത് സംബന്ധിച്ച് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ കർമ്മസമിതി അംഗം കൂടിയായ KK ലക്ഷ്മണൻ ആരോപിച്ചു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട റാന്നി താലൂക്ക് തല അവലോകന യോഗങ്ങൾ നവംബർ 4-ന് നടക്കും. ഉച്ചയ്ക്ക് 12-ന് റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലും വൈകിട്ട് 3-ന് വടശ്ശേരിക്കര പഞ്ചായത്ത് ഹാളിലും 3-ന് പെരുന്നാട് ഇടത്താവളത്തിലും യോഗങ്ങൾ ചേരുമെന്ന് റാന്നി തഹസിൽദാർ അറിയിച്ചു. യോഗങ്ങളിൽ തിരുവല്ല RDO രാജു എബ്രഹാം MLA എന്നിവർ പങ്കെടുക്കും. നിര്യാതയായി. റാന്നി പഴുവങ്ങാടി കുറ്റിയിൽ സൗണ്ട്സ് ഉടമ തമ്പി എന്ന് വിളിക്കുന്ന കുര്യൻ ജേക്കബിന്റെ ഭാര്യ LC കുര്യൻ നിര്യാതയായി. 52 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. റാന്നി ഇട്ടിയപ്പാറയിലുള്ള കുറ്റിയിൽ സൗണ്ട്സിന് ബുധനാഴ്ച വരെ അവധിയായിരിക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർദ്ദിഷ്ട കോന്നി താലൂക്കിൽ മൈലപ്ര, വള്ളിക്കോട് വില്ലേജുകളെ ഉൾപ്പെടുത്തുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മൈലപ്രയിൽ ശയന പ്രദക്ഷിണം നടത്തി. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 111ാം ഓർമ്മ പെരുന്നാൾ ആചരണത്തിന്റെ ഭാഗമായ പദയാത്രാ സംഘങ്ങൾക്ക് നാടെങ്ങും ഭക്തിനിർഭരമായ സ്വീകരണം നൽകി. സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നാടെങ്ങും കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.